ഹായ് ഹലോ എവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിസി ഷാജഹാൻ, സൈക്കോളജിസ്റ്റ്, സെലിബ്രിറ്റി ലൈഫ് കോച്ച് ആൻഡ് ഓഥർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചുമാർക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണേഴ്സിനും അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള 10 ബ്യൂട്ടിഫുൾ സീക്രറ്റ്സ് ആണ്. ലോ ഓഫ് അട്രാക്ഷനെ എങ്ങനെ മാസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ 10 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. But before that you should understand one thing that is law of attraction is not a magic. അതൊരു മാജിക്കൽ സ്റ്റിക്ക് അല്ല, അതൊരു മാജിക്കൽ കുപ്പിയിൽ നിന്ന് വരുന്ന ഒരു ഭൂതമല്ല. നമുക്ക് പറയുമ്പോൾ കാര്യങ്ങൾ സാധിച്ചു തരാൻ യു ഹാവ് ടു സ്റ്റേ വിത്ത് ദാറ്റ്, യു ഹാവ് ടു ബിലീവ്, യു ഹാവ് ടു എക്സ്പ്രസ് ദ ഫീലിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫീലിംഗ്, ക്ലിയർ ഇന്റൻഷൻ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഫീലിംഗ് ആണ്. ലോ ഓഫ് വൈബ്രേഷൻ എന്നുള്ള നിയമം ആദ്യം മനസ്സിലാക്കണം. ലോ ഓഫ് റെസോണൻസ് എന്ന് പറയുന്ന നിയമം ഇതിനോട് അറ്റാച്ച് ചെയ്താണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലോ ഓഫ് വൈബ്രേഷൻ എന്താണെന്ന് വേറൊരു വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ടാവും. ഈ ഒരു 10 കാര്യങ്ങൾ അതിനെ മാസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് വാട്ട് യു ആക്ച്വലി ഡിസേർവ്, അല്ലെങ്കിൽ ഡിസയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് വാട്ട് യു ഡിസയർ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തിങ്, സെറ്റ് യുവർ ക്ലിയർ ഇന്റൻഷൻ. നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് വേണ്ടത്? ഒരു കരിയർ ആണോ, അല്ലെങ്കിൽ ബെറ്റർ റിലേഷൻഷിപ്പ് ആണോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വെൽത്തിനെ കുറിച്ചാണോ, അബൻഡൻസ് ആൻഡ് വെൽത്ത് ആണോ, ഹെൽത്ത് ആണോ, എന്താണ് വേണ്ടത്? അതിൻ്റെ ക്ലിയർ ആയിട്ട് ഇൻറ്റൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണം. എനിക്ക് എത്ര വേണം എന്നുള്ള ഒരു ക്ലാരിറ്റി വേണം, എന്ന് വേണം എന്നുള്ള ഒരു ക്ലാരിറ്റി വേണം. ക്ലിയർ ആയിട്ട് ഇൻറ്റൻഷൻ കൊടുക്കുക, മനസ്സിലേക്ക് അത് കൃത്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്, ക്രിയേറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. ലൈഫിൽ ഇന്ന് വരെ നിങ്ങൾ നേടിയിട്ടുള്ള, നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ നേട്ടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓർമ്മയിലുള്ള കാലം മുതൽ ഇന്ന് വരെയുള്ള പ്രധാനപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് എടുക്കാം. മാക്സിമൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും, നല്ല വൈബ്രേഷൻ കിട്ടും, പെട്ടെന്ന് ലോ ഓഫ് അട്രാക്ഷൻ നടക്കും. അപ്പം ആ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3, പോസിറ്റീവ് അഫർമേഷൻസ്. എപ്പോഴും നമ്മൾ മനസ്സിലോട്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റം നമുക്ക് ഉണ്ടാകും. നടക്കുമോ എന്നുള്ള ചിന്തകളൊക്കെ വരും. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഡൗട്ട് തോന്നും, ഇത് വർക്കാവോ. ഒരുപക്ഷെ നമ്മുടെ എനർജി വൈബ്രേഷൻ ഹൈയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് വന്നാൽ നമ്മൾ താഴേക്ക് പോകും. നമ്മുടെ എനർജി വൈബ്രേഷൻ ലെവലിൽ താഴേക്ക് പോകും. അതുകൊണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് അഫർമേഷൻ, പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനാണ് ഈ അഫർമേഷൻ നമുക്ക് സഹായിക്കുക. നമ്മൾ നിരന്തരം നമ്മളോട് തന്നെ പോസിറ്റീവ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു സിമ്പിളായിരിക്കുക, വളരെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ ഈ അഫർമേഷൻസ്. നമ്പർ 4, ക്രിയേറ്റ് എ വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടാകും, അത് കയറി നോക്കുക. അപ്പോൾ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ആ വിഷൻ ബോർഡിലേക്ക് പോയി നിൽക്കുക. കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങൾ ആ വിഷൻ ബോർഡിൻ്റെ ഫ്രണ്ടിൽ സ്പെൻഡ് ചെയ്യണം. നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൽ നോക്കി നിന്നിട്ട് അഫർമേഷൻ പറയാം, അതിൽ നോക്കി നിന്ന് കുറച്ച് നേരം കണ്ണടച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഇതുമായിട്ടൊരു കണക്ഷൻ വേണം. നിങ്ങൾ ആ വിഷൻ ബോർഡുമായിട്ട് ഡെയിലി ഒരു കണക്ഷൻ വേണം. ദെൻ നമ്പർ 5, റീഡ് റിലേറ്റഡ് ബുക്സ്. അതായത് ഇപ്പോൾ ഞാൻ സമ്പത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സമ്പത്ത് ഉണ്ടാകുന്ന മെത്തേഡ്സ്, അബൻഡൻസ് തരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അബൻഡൻ്റ് ആയാൽ എനിക്കുണ്ടാകുന്ന നേട്ടം, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയുള്ള ഫീലിംഗ് ചെയ്യുന്നത്, ഏതൊരു പോസിറ്റീവ് ഫീലിംഗിലായിരിക്കും, ഞാൻ എത്രത്തോളം സന്തോഷം ഉണ്ടാകും, കാശ് ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, സമ്പത്ത് ഉണ്ടാകുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെ, ഇത് റിലേറ്റ് ചെയ്യുന്ന പുസ്തകം. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് റിലേറ്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ട്രാവലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാനൊരു ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഞാനൊരു രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാം, അതിന് കിട്ടാവുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം, ഐറ്റിനറി പ്രിപ്പയർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് തന്നെ ഡെയിലി നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഈ തരത്തിലേക്കുള്ള റീഡ് ചെയ്യാം. ഇങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്താണോ നമ്മുടെ ആഗ്രഹം അതുമായിട്ട് റിലേറ്റ് ചെയ്ത പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ബി ഹാപ്പി ഓൾവേസ്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. സന്തോഷം, സമാധാനം, സമൃദ്ധി. സന്തോഷം, സമാധാനം, സമൃദ്ധി, അബൻഡൻസ്, സ്മൈൽ, ഹാപ്പിനെസ്. ഈ ഒരു ഇമോഷനായിരിക്കണം നമുക്ക് ഡോമിനേറ്റ് ചെയ്യേണ്ടുന്നത്. നെഗറ്റീവിലേക്ക് പോയാൽ പെട്ടെന്ന് നമ്മൾ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരണം. റെസീലിയൻസ് കപ്പാസിറ്റി വേണം, തിരിച്ചു കൊണ്ടുവരണം. എപ്പോഴും ഒരു അബൻഡൻസിൻ്റെ മൈൻഡ് സെറ്റ്, സന്തോഷമായിരിക്കുക, എപ്പോഴും സന്തോഷിക്കാനുള്ളൊരു മൈൻഡ്, ചിരിക്കുക.
ചിരിക്കുന്നത് സന്തോഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ ഒരു മൊമെൻറ്റിലും ചിരിക്കാൻ, കണ്ണാടി നോക്കി ചിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികളെ നോക്കി ചിരിക്കാം. ആരും തനിച്ച് നമുക്ക് അതായത് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന, നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന ഒരു ഡ്രീം ഉണ്ടല്ലോ, ആ ഡ്രീം ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്കൊരുണ്ടാകുന്നൊരു സന്തോഷം ആലോചിച്ച് നമുക്ക് സ്മൈൽ ചെയ്യാം. സ്മൈല് നമ്മളൊരു പോസിറ്റിവിറ്റി നിറയ്ക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ചിരിക്കുക, ഹാപ്പി ആയിരിക്കുക. 7ാമത്തെ പോയിന്റ്, ബ്ലെസ് എബൻഡൻസ് വേർ എവർ യു സീ. എവിടെയാണ് ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിനെ കാണാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പരിചയമില്ലാത്ത ആളുകളെയൊക്കെ കാണാം. അവർ വളരെ ഹാപ്പി ആയിരിക്കുന്നു, അബൻഡൻ്റ് ആയിരിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന തരത്തിലുള്ള വീട്ടിൽ ജീവിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ റിലേഷൻഷിപ്പ് അവർക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ സക്സസ് ഉണ്ടാകുന്നു കരിയറിൽ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് എല്ലാ മേഖലയിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും സ്റ്റിൽ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കാണുമ്പോൾ അവരെ ബ്ലെസ് ചെയ്യണം. അവർ നന്നായിരിക്കട്ടെ, അവർക്ക് കൂടുതൽ സന്തോഷം വരട്ടെ, അവർക്ക് കൂടുതൽ ആനന്ദം വരട്ടെ, അവർക്ക് ഒരുപാട് കാലം സന്തോഷം ഇരിക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയം തുറന്ന് ആശംസിക്കാനുള്ള, അല്ലെങ്കിൽ ബ്ലെസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു പൊസിഷനിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നമ്പർ 7. നമ്പർ 8, ബി എ കോൺട്രിബ്യൂട്ടർ. എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ചുറ്റുമുള്ളവർക്ക്, സമൂഹത്തിനൊക്കെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്കുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവും. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ മണിയായിട്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഐഡിയാസ് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കൊടുക്കാൻ പറ്റും. മനസ്സമാധാനം കൊടുക്കാം, അതല്ലെങ്കിൽ നല്ല വാക്കുകൾ കൊടുക്കാം, അപ്രീസിയേഷൻ കൊടുക്കാം, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്പീക്ക് അബൌട്ട് യുവർ ഡ്രീംസ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നിങ്ങളുടെ പോലെ അതേ എനർജി വൈബ്രേഷനിലുള്ള ആൾക്കാരുമായിട്ട്, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, നമ്മളുടെ ഒരു വെൽ വിഷർ അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് സംസാരിക്കാം. ഡ്രീം റിലേറ്റഡ് വീഡിയോസ് കാണാം. അതായത് ഒരു അച്ചീവ്മെൻറ്റിലേക്ക് ഇങ്ങനെ എത്താം, അല്ലെങ്കിൽ അതിനുള്ള പ്രോസസ്സ് എങ്ങനെയാണ്, ഇത് പഠിക്കുന്ന വീഡിയോസൊക്കെ കാണാം. ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ കുറച്ചുകൂടെ മാസ്റ്റർ ചെയ്യാനും വളരെ ഫാസ്റ്റായിട്ട് നടക്കാനും സഹായിക്കും. 10th ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കണക്ട് വിത്ത് നേച്ചർ and aware about the energy surrounds you. Aware about the energy surrounds you and connect with the nature. നേച്ചറുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ എപ്പോഴും ഒരു പോസിറ്റീവായ വൈബ്രേഷനിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എനർജി എങ്ങനെയുള്ള എനർജിയാണ്, നെഗറ്റീവ് എനർജിയാണോ അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് എനർജി തന്നെയാണോ എന്ന് നമ്മൾ അവെയർ ആകണം. അതായത് നമ്മളിപ്പം പരാതി പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ, വെറുതെ കുറ്റം പറയുന്ന ആൾക്കാർ, എല്ലാത്തിൻ്റെയും ഒരു ഓപ്പോസിറ്റ് നെഗറ്റീവ് സൈഡ് കാണുന്ന ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് പോലും നമ്മൾ പോയി നിൽക്കാൻ പാടില്ല. കാരണം അവരുടെ സറൗണ്ടിങ്സ് മുഴുവൻ നെഗറ്റീവ് എനർജി ആയിരിക്കും, അത് നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് അത് മേക്ക് ഷുവർ ചെയ്യണം. അങ്ങനെ ഈ 10 പോയിന്റ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ മാസ്റ്റർ ആകാൻ പറ്റും. ഇനി നിങ്ങളൊരു പ്രാക്ടീഷണറോ അല്ലെങ്കിൽ നിങ്ങളൊരു കോച്ചോ ആണെങ്കിൽ ഈ 10 പോയിന്റ്സ് നിങ്ങളുടെ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അങ്ങനെ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് നേടിയെടുക്കാൻ ആ ഫ്ലോയിൽ എത്താൻ സാധിക്കട്ടെ. ഒരു പ്രഷറും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ലൈഫിലേക്ക് എത്താൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.